നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ ഇന്നലെ രാവിലെ ഉണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന 2 യുവാക്കൾ കൂടി മരിച്ചു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 3 ആയി. മുപ്ലിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അളഗപ്പ നഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്ലിവണ്ടിന്റെ ശല്യം ഉണ്ടാകുന്നത്. കൊമ്പത്തുകടവ് സേവിയൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ശതാബ്ദി ജൂബിലി വർഷോദ്ഘാടനവും ഇടവക ദിനാഘോഷവും നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ ഇന്നലെ രാവിലെ ഉണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന 2 യുവാക്കൾ കൂടി മരിച്ചു. ബീച്ചിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം ഉണ്ടായത്. കത്രിക്കക്കടവ് സ്വദേശി മിലൻ, സെബാസ്റ്റ്യൻ, ആൽവിൻ എന്നിവരാണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 3 ആയി. കലൂർ സ്വദേശിയായ അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു. മറ്റ് 2 പേരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. മുപ്ലിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അളഗപ്പ നഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്ലിവണ്ടിന്റെ ശല്യം ഉണ്ടാകുന്നത്. 2 വർഷമായി ഈ സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ്. വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി, തുമ്മൽ, ശ്വാസം മുട്ട്, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട്. ഓടിട്ട വീടുകളിലാണ് വണ്ടിന്റെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത്. നവംബർ, മെയ് മാസങ്ങളിലാണ് മുപ്ലിവണ്ടിന്റെ ശല്യം രൂക്ഷമാകുന്നതെന്നും ദിവസത്തിൽ കുറഞ്ഞത് 10 തവണയെങ്കിലും വീട് വൃത്തിയാക്കേണ്ട സ്ഥിതിയാണെന്നും മാടശ്ശേരി ചേരനല്ലൂക്കാരൻ റോസിലി പറയുന്നു. ഈ കറുത്ത വണ്ട്, അതായത് മുപ്പുളി വണ്ട് എന്ന് പറയും, എരുമമൂട്ട എന്ന് പറയും ഞങ്ങള്. അതുപോലെയുള്ള ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് 2 കൊല്ലത്തിനുള്ളിൽ കണ്ടമാനം ശല്യമായി പെരുകി വീട്ടില് സ്റ്റോക്കാണ്. അത് മാസത്തില് 10 ദിവസം വെച്ച് വീട് മാറിപ്പോവും. മഴ പെയ്ത് പിന്നീട് വെയിലുദിക്കുമ്പോൾ കണ്ടമാനം ഇളകും. വീട്ടിൽ താമസിക്കാനും ഭക്ഷണം വെച്ച് പാകം ചെയ്ത് കഴിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാണ്ടായി. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും ചെയ്താൽ വളരെ ഉപകാരം. ഓടുമേഞ്ഞ വീടായതുകൊണ്ട് സമീപത്തെ മറ്റു വീടുകളെക്കാൾ റോസിലിയുടെ വീട്ടിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. വണ്ടിനെ നശിപ്പിക്കാൻ മരുന്ന് തെളിച്ചെങ്കിലും മരുന്നിന്റെ ശക്തി കുറയുന്നതോടെ വീണ്ടും പഴയപടി നിറയുകയാണ്. തുടർച്ചയായി മരുന്നടിക്കുന്ന മുറയ്ക്ക് 3-4 ദിവസത്തേക്ക് മുട്ടശല്യം ഇല്ലാതാകുമെങ്കിലും മഴയ്ക്ക് ശേഷമുള്ള വെയിലിൽ വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ്. വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി, തുമ്മൽ, ശ്വാസം മുട്ട്, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ റോസലിയും സഹോദരനും അയൽപക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത്. മുപ്ലിവണ്ട് ശല്യത്തിന് ശാസ്ത്രീയമായി പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, പുതുക്കാട്. പട്ടിക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളിലും ഈ വിഭാഗത്തിന്റെ പരാതികളിലും ശക്തമായ സത്വര നടപടികൾ എടുക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് സന്തോഷ് കൊടുങ്ങല്ലൂർ പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലൻ തൃത്താല അധ്യക്ഷത വഹിച്ചു. വിമൻസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈക്കോടതി അഡ്വക്കേറ്റ് ശാന്തമ്മ, ലീല സതീഷ്, സുമതി ബാബുക്കുട്ടൻ, ശർമിള സുമേഷ്, CS സുമേഷ് എന്നിവർ സംസാരിച്ചു. ഐരാണിക്കുളം ഉദയം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഉദയം സോക്കർ ഫെസ്റ്റിന് സമാപനമായി. ഐരാണിക്കുളം സ്കൂളിന്റെ മൈതാനിയിൽ മെയ് 5 മുതൽ 12 വരെയാണ് ഫെസ്റ്റ് നടന്നത്. സമാപന സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ടംകുളത്തി വൈദ്യശാല MD വിൽസൺ കണ്ടംകുളത്തി മുഖ്യാതിഥിയായിരുന്നു. ഉദയം പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് തോമസ് മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിത വിനോദ്, സന്തോഷ് കുമാർ, KV വസന്തകുമാർ, KV ജോയ് എന്നിവർ സംസാരിച്ചു. കൊമ്പത്തുകടവ് സേവിയൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ശതാബ്ദി ജൂബിലി വർഷ ഉദ്ഘാടനവും ഇടവക ദിനാഘോഷവും നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പിതാവിന്റെ പ്രസംഗം ഈ ഇടവകയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ക്രിസ്തീയ ദർശനത്തെക്കുറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ രൂപതയും സഭയും ഏറ്റെടുത്തിരിക്കുന്ന
ആത്മീയ പ്രവർത്തനത്തെക്കുറിച്ചും അതുവഴി നടപ്പാക്കാൻ പോകുന്ന മറ്റ് കർമ്മപരിപാടികളെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചത്. ക്രിസ്തീയ സഭയെക്കുറിച്ച് പിതാവ് പറഞ്ഞ വാക്ക് വിശ്വാസാധിഷ്ഠിതമായ ഒരു സ്നേഹ സമൂഹം കെട്ടിപ്പടുക്കേണ്ടതാണ്. ആ വിശ്വാസാധിഷ്ഠിതമായ സ്നേഹസമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണുക്കാടൻ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ഫെബിൻ കുടിയൻ, ആൻഡ്രൂസ് കിഴക്കൂട്ട്, ഫാദർ വിൽസൺ ഈരത്തറ, ഫാദർ വർഗീസ് പാത്താടൻ, പുത്തഞ്ഞിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, സിസ്റ്റർ മരിയ ടോം, പഞ്ചായത്ത് അംഗം എ വി ഉണ്ണികൃഷ്ണൻ, സ്നേഹു തേക്കേത്തല, ഷാജി മേക്കാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 80 വയസ്സിന് മുകളിലുള്ള ഇടവകയിലെ അംഗങ്ങളെ ആദരിച്ചു. ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എൻവയോൺമെന്റിന്റെ 3ാം വാർഷികാഘോഷവും ഗ്ലോബൽ കാർബൺ ന്യൂട്രൽ ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു. പത്മശ്രീ മീനാക്ഷിയമ്മ കളരി ഗുരുക്കൾ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഫൗണ്ടേഷന്റെ സ്മരണിക പ്രകാശനവും ബൈജു മോഹൻദാസിന്റെ കളരിപ്പയറ്റിനെ കുറിച്ചുള്ള പുസ്തക പ്രകാശനവും നടന്നു. ഫൗണ്ടേഷൻ ചെയർമാൻ കെ ഗണേഷ് അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കുഞ്ഞുമോൻ, കലാമണ്ഡലം മോഹനൻ, ഡോക്ടർ ഗോപകുമാർ, ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, മണിവർണ്ണൻ, ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച അമേരിക്കൻ വനിത ടീസ, ഡോക്ടർ ബംഗ്ലീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ ഇന്നലെ രാവിലെയുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന 2 യുവാക്കൾ കൂടി മരിച്ചു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 3 ആയി. മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അളഗപ്പ നഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം ഉണ്ടാകുന്നത്. കൊമ്പത്തുകടവ് സേവിയൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ശതാബ്ദി ജൂബിലി വർഷോദ്ഘാടനവും ഇടവക ദിനാഘോഷവും നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.